അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവിയുടെ അങ്കണത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് കണ്ട ഓരോരുത്തരെയും പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ് ഈ ദൃശ്യം. ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മുബാറക്കിന് നേരെ വിരൽ ചൂണ്ടി കരയുകയാണ്. ആ കരച്ചിൽ കാണുന്നവരെയും കൂടെ കരയിപ്പിക്കും. അവളുടെ കരച്ചിലിന്റെ കാരണം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതിൽ ആളുകൾ അത്ഭുതപ്പെടുകയുമാണൊരാൾക്ക് ഇത്രയധികം തൻ്റെ നബിയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന്. ഈ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. طيب بتبكي ليه؟ احنا ما هندي جنبه حنخش نزوره. بتبكي ليه؟ أنا اشتقت له. احنا جنبه صلى الله عليه وسلم. خلاص ما نمشي على اساس نزوره نسلم عليه ونقول له السلام عليك يا رسول الله، السلام عليك يا حبيب الله. طيب أنا أعرف بكيت ليه؟ ليه؟ عشان هو ميت. ميت لكن مع ربنا، قاعد مع ربنا فوق في حته حلوه اسمها الجنة. اسمها الجنه. ايوه قاعد مع ربنا الرسول صلى الله عليه وسلم. ولا فوق؟ ها؟ فوق مع ربنا عشان هو زول كويس. هو يعني لو جيت أكيد ولا عنده أكل ما عنده أكل صلى الله عليه وسلم بيجي قول ماله وديك أكل. ايوه يعني صلى الله عليه وسلم طيب. طيب شديد. أنا بتسميه رسول الله. صلى الله عليه وسلم. حبيبي സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടൊരു ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് വിരൽ ചൂണ്ടിക്കരയുകയാണ്. എന്തിനാണ് അവൾ കരയുന്നത്? സത്യമായിട്ടും സുഹൃത്തുക്കളെ, ഇത് കേട്ടാൽ നിങ്ങളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നിട്ട് ഇത്രയും കാലമായില്ലേ? എന്നാൽ ഒരുപക്ഷേ നമ്മളാരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ കുട്ടി സുഡാനിൽ നിന്നുള്ളതാണ്. മസ്ജിദുൻ നബവിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിനായി വന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, ആരെങ്കിലും മുത്തുനബിയുടെ ഖബർ മുബാറക് സിയാറത്ത് ചെയ്തോ അവൻ മുത്തുനബിയെ നേരിൽ സന്ദർശിച്ചതുപോലെയാണ്. ഈ കുട്ടിയോട് അവളുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവാം, വരൂ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകാമെന്ന്. അവൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും, അവിടെ ഒരു സിംഹാസനമുണ്ടാകും, അതിൽ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നുണ്ടാകും, എനിക്കവിടുത്തെ കാണാൻ സാധിക്കുമെന്ന്. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മുബാറക്കായിരിക്കുമെന്ന് ആ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് ഉമ്മ അവളോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ആ കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. റൗള ഷരീഫിലേക്ക് വിരൽ ചൂണ്ടി അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, നബി എവിടെ പോയി? അപ്പോൾ ഉമ്മ അവളോട് പറഞ്ഞു, അവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ജന്നത്തിൽ പോയി. ഇത് കേട്ട് ആ കുട്ടി വീണ്ടും നിഷ്കളങ്കമായി ചോദിക്കുകയാണ്, അവിടുന്ന് താഴെയാണോ അതോ മുകളിലാണോ? എന്തൊരു നിഷ്കളങ്കമായ രീതിയാണിത്! ഈ കുട്ടി കരയുന്നത് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുന്നിലില്ലല്ലോ എന്നോർത്താണ്. നമ്മളും നിങ്ങളും ഈ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടൊപ്പം ഇല്ലല്ലോ എന്ന ഒരേയൊരു കാരണം കൊണ്ട് നാം കരഞ്ഞിട്ടുണ്ടോ? കഷ്ടം, എനിക്ക് അവിടുത്തെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ പിന്നാലെ നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ചാരയെത്താൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.